റഹീം പേര് കേട്ട ആളാണല്ലോ. KT ജലീലിനെ പോലുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അത് വേറെ ഡോക്ടറേറ്റ്. എന്താന്ന് വെച്ചാൽ ഷാഹിദ കമാലിനൊക്കെ കിട്ടിയത് അത് വേറെ കാശ് കൊടുത്ത് വാങ്ങുന്നത്. ഇവിടുത്തെ ഡോക്ടറേറ്റിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് സാർ. ഇപ്പൊ KT ജലീലിന്റെ ഡോക്ടറേറ്റ് അന്ന് KT ജലീൽ ഇടക്കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. KT ജലീലും PT റഹീമും ഒക്കെ കൂടി ചേർന്നിട്ട് ആ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നേതാവാണ് ഇദ്ദേഹത്തിന്റെ ഗൈഡ്. പ്രസിഡന്റിന്റെ ഡോക്ടറേറ്റ് എങ്ങനെ കിട്ടും നോക്കിയാൽ മതി. ഒന്ന്, ഇനി ഒറ്റ കാര്യം കൂടി ഓർത്തോളൂ. കേരളത്തിലെ പ്രമുഖരായ പലരുടെയും അക്കാഡമിക് രംഗത്തുള്ളവരുടേത് ഉൾപ്പെടെ ഡോക്ടറേറ്റ് തിസീസ് മാത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞാൻ മലയാളത്തിലെ ഒരാളുടെ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. വലിയ നവോത്ഥാന നായകനൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അദ്ദേഹം. വായിൽ വന്ന എല്ലാ വായ്ത്താരിയും പുസ്തകമാക്കിയ ആളാണ്. സുനിൽ പിള്ളയുടെ ഡോക്ടറേറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു, ധാരാളം. MG ശശിഭൂഷൺ അത് വാല്യൂ ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പകരം വേറെ ആളെ വെച്ചിട്ടാണ് നേടിയത്. മാത്രമല്ല അത് കൊടുക്കണമെന്ന് പറഞ്ഞ് SFI അവിടെ സമരത്തിന് ഇറങ്ങി. ആലോചിച്ചു നോക്കൂ. ഇത് പാർട്ടി കത്തുകൊണ്ടാണല്ലോ അവിടെ അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞു വന്ന ആളുടെ സ്ഥിതി എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് തിസീസ് മാത്രം ഇപ്പോഴും പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് എന്താ കാര്യം എന്നറിയോ? അതുപോലൊരു ചവറ് പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള പേര് ചീത്തയായി കിട്ടും. ഇങ്ങനെ ധാരാളം ഈ ഗവേഷണ പ്രബന്ധ രംഗം എന്ന് പറയുന്നത് അതിഭീകരമാണ് സാർ. അങ്ങേയറ്റം കഷ്ടം, അഹോ കഷ്ടം എന്നല്ലാതെ ഒന്നുകൂടെ എടുത്താൽ മതി. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ അങ്ങയുടെ തിസീസ് ഞാൻ അന്നേരത്ത് തട്ടിക്കൂട്ടിയ ഒരു സാധനമാണ്, പിന്നെ എന്തിനാണ് ഈ ഡോക്ടറേറ്റ് എന്ന പേര്? ഇതാണ് ഇതിൻ്റെ സ്ഥിതി. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം UGC സ്കെയില് നമ്മുടെ ഈ പഠന മേഖലയിൽ, അക്കാഡമിക് മേഖലയിലെ ഡോക്ടറേറ്റിന്റെ വിലയാണ് ആദ്യം കളഞ്ഞത്. അത് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയക്കാരതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.